കുട്ടികളെ, ഇതാണ് പ്രോജക്ട് മേസ്. നിങ്ങളെല്ലാവരും മേസ് അഥവാ ചോളം ഇവിടെ കൃഷി ചെയ്യേണ്ടതാണ്. കൃഷിഭൂമിയിൽ നമ്മൾ വിത വിതച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്നറിയാമോ? ഈ കൃഷിഭൂമി സംരക്ഷിക്കണം, വളമിടണം, വെള്ളമൊഴിക്കണം, ചോളച്ചെടികൾ നന്നായി വളർത്തിയെടുക്കണം. ഏറ്റവും നല്ല ചോളം ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് പ്രൈസ് ഞാൻ തന്നെ ആയിരിക്കും വാങ്ങിക്കുക. ഞാൻ വളരെ കോസ്റ്റ്ലി ആയ വിത്തുകളാണ് വിതയ്ക്കാൻ പോകുന്നത്. എന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നേ. അതൊക്കെ നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം മോനെ. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കുട്ടികളെ, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ. ആദ്യം ഞാനാണ് ഈ കൃഷിഭൂമിയിൽ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. എന്റെ കൃഷിയായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത്. ചേടാ, എന്ത് മാജിക് ഈ കാണുന്നത്? വീർ, വീർ, നീ എവിടെയാ? വീർ, വീർ, നീ ഇപ്പൊ എന്തെങ്കിലും മാജിക് ചെയ്തോ? ദേ നോക്ക്, ഞാൻ ഒഴിക്കുന്ന എല്ലാ വെള്ളവും നിന്റെ കൃഷിഭൂമിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബണ്ടി, നീ ഒരു പക്ഷെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുവാന്ന് തോന്നുന്നു. ബൈ, ടേക്ക് കെയർ. എനിക്ക് മാത്രം എന്താ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചോള കൃഷിയെ കാക്കകളിൽ നിന്നും മറ്റു പക്ഷികളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ദേ ഞാനിവിടെ സ്കെയർ ക്രോനെ നട്ടുവെച്ചിരിക്കുക. അതൊക്കെ വിട്ടേക്ക്. നിനക്ക് ഇതൊന്നും അറിയില്ലെന്ന് എനിക്കറിയാം. സ്കെയർ ക്രോ എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ഞങ്ങൾ സ്കെയർ ക്രോ കൊണ്ടുവന്നിട്ടുണ്ട്. അതവിടെ റോഡ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. വരൂ എമിലി, നമുക്ക് ചെന്ന് നമ്മുടെ സ്കെയർ ക്രോ എടുത്തോണ്ട് വരാം. ഇവൻ വീറിനെ കളിയാക്കുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് അങ്ങനെ ദേഷ്യം വരുമ്പോൾ അപ്പോൾ ഞാൻ മാജിക് ചെയ്യും. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? ഇതെങ്ങനെ സംഭവിച്ചത്? ഞാൻ വിതച്ചത് ചോളത്തിന്റെ വിത്താണല്ലോ, അല്ലാതെ പാമ്പല്ല. ലോലിപോപ്സ്, പാമ്പല്ല, ലോലിപോപ്സ്. എന്റെ കൃഷിഭൂമിയിൽ ലോലിപോപ്സ് വിളഞ്ഞിരിക്കുന്നു. ലോലിപോപ്സ്. ഞാനൊരു മഹാനാണ്, സർവശക്തിമാനാണ്. ബോസ്, ബോസ്, ചിലന്തി. ബോസ്, ബോസ്, ചിലന്തി. അത് സാധാരണ ചിലന്തിയല്ല, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചിലന്തിയാണത്. ഞാനാണ് അതിന്റെ ബോസ്. പിന്നെ ഇവനാണ് രാക്ഷസ ചിലന്തി, ദ ജയന്റ് സ്പൈഡർ റോബോ. നീ ഇതിനകത്ത് കയറിയിരുന്ന് വീറിന്റെ അടുത്തേക്ക് ചെന്ന് അവന് നേരെ സ്പൈഡർ വെബ് എടുത്ത് എറിയണം. അങ്ങനെ അവൻ ആ വലയിൽ കുടുങ്ങും. നീ അവനെ വലിച്ചിഴച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരിക. അവൾ പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ ശരിയാണ്. അയ്യോ ബോസ്, ഇത് മുമ്പോട്ട് പോകുന്നു ബോസ്.
അത് കണ്ടോ, എന്തൊരു വലിയ സ്പൈഡറാ! ഓടിക്കോ ഓടിക്കോ ഓടിക്കോ! അത് കണ്ടിട്ട് ഒരു UFO പോലെ ഉണ്ടല്ലോ. നേരെ കാട്ടിൽ ചെന്ന് ലാൻഡ് ആകുമെന്നാ തോന്നുന്നേ. ഞാൻ ചെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഈ UFO എന്ന് പറഞ്ഞാൽ എന്താണ് ഇമിലി? അതിനർത്ഥം അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. അത് ഏതെങ്കിലും പ്ലാനറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസ്ഷിപ്പിൽ നിന്നോ വരുന്നതായിരിക്കും. അങ്ങനെ അവർ വരുന്ന സ്പേസ്ഷിപ്പിനെയാണ് നമ്മൾ UFO എന്ന് പറയുന്നത്. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഷടാ, ഇതെന്താ? ദേ അതൊക്കെ കണ്ടിട്ട് UFO പോലെ ഇല്ലേ? വാ നമുക്ക് ചെന്ന് നോക്കാം. വേഗം വാടാ. നീ ഇവിടെ തന്നെ ഇരിക്കുക. നിന്നെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ തീർച്ചയായിട്ടും വരും. ചെറിയ ഏലിയൻ. വേം വാ, നമുക്ക് അതിനെ പിടിക്കാം. വേം വാ, വേം വാ. ഇവൻ എന്റെ ഏലിയനാണ്. അതിനെ അങ്ങ് വിട്ടേക്ക്. റോബോ ബോയ്, ഇത് കണ്ടോ? ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് ഏലിയനാണ്. ഏലിയൻ. ഇവനെ കാണാൻ എന്ത് ക്യൂട്ടാണല്ലേ. ഞാൻ ഇവനെ കൊണ്ടുപോയി ലോകം മുഴുവൻ കാണിച്ച് ഞാൻ അങ്ങ് ഫേമസ് ആകും. ഞാൻ പറഞ്ഞതല്ലേ, അവനെ വിട്ടേക്ക്. അവനെ പോകാൻ സമ്മതിക്ക്. ഏതെങ്കിലും അപകടം പിടിച്ച മൃഗം നിന്നെ പിടിക്കുകയാണെങ്കിൽ നിനക്കപ്പ എന്ത് തോന്നും? പറയേ. ഞാൻ സന്തോഷിക്കും, അത്രേ ഉള്ളൂ. നൗ വിൽ യു പ്ലീസ് എക്സ്ക്യൂസ് മീ? എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. നീ ചെന്ന് സോഷ്യൽ സർവീസ് ചെയ്യ്. ആണോ? ഏതെങ്കിലും ഒരു മൃഗം അവനെ പിടിച്ച അവനത് സന്തോഷമാണെന്നല്ലേ പറഞ്ഞത്? നിനക്കൊരു കാര്യം അറിയുമോ ടിംബക്ടു? ഈ സിറ്റിംഗ് ഗാഡ്ജറ്റില് 2000 ഡിഗ്രി സെന്റിഗ്രേഡിലെ ടെമ്പറേച്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും കൂട്ടാൻ പറ്റും. എനിക്ക് മനസ്സിലായി. ഫുർസത്ത് കാഞ്ചിന്റെ ടെമ്പറേച്ചർ അധികമാക്കിയിട്ട് നിങ്ങൾ വീണ്ടും കാറ്റ് ആൻഡ് മൗസ് റേസ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? പക്ഷെ ബോസ്, ഞാൻ ഇവിടെ ഐസ്ക്രീം വിൽക്കാം. എനിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജീവനാണ്. തലയാ. ഫുർസത്ത് ഗഞ്ചിന്റെ അടുത്തൊരു വോൾക്കാനോയില്ലേ, ഞാനിത് കൊണ്ടുപോയി അതിനകത്തും താഴെയുമായി ഇത് ഫിക്സ് ചെയ്യും. ജ്വാലാമുഖി പൊട്ടിച്ചെതറും. 1100 ഡിഗ്രി സെന്റിഗ്രേഡ് മതിയാകും. എന്നാൽ ഞാൻ ഇതിനെ 2000 ഡിഗ്രി സെന്റിഗ്രേഡ് അധികമാക്കും. അതിനുശേഷമില്ലേ ടോട്ടൽ ഫുർസത്ത് ഗഞ്ചും ജ്വാലാമുഖിയുടെ ലാവയിൽ അകപ്പെട്ട് കത്തിക്കരിഞ്ഞ് ചാമ്പലാകും. പിന്നെ അതിന്റെ കൂടെ വീറും അടയാളമില്ലാതെ നശിച്ചു പോകും. You are genius, boss. Super duper genius. She is right, boss. She is right. ഇത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ വോൾക്കാനോ. ഇത് ഫുർസത്ത് ഗഞ്ചിന് പുറകിലുള്ള ഒരു ടണലാണ്. നീ ഈ ടണൽ വഴി അകത്തേക്ക് കയറി വോൾക്കാനോയുടെ താഴെ ഈ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്തേക്ക്. ബോസ്, ഇവിടെ ചൂട് ഒരുപാട് കൂടി വരുന്നുണ്ട്. നമ്മുടെ AC-ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ.
സിക്കൊന്നും യാതൊരു കുഴപ്പമില്ല ബോസ്. നമ്മുടെ ഈ ടെന്റ് പോലും വോൾക്കാനോയുടെ അകത്താണുള്ളത്. പക്ഷെ നമ്മുടെ വോൾക്കാനോ പൊട്ടുകയാണെങ്കിൽ അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് തികച്ചും പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഹീറ്റിംഗ് ഗാഡ്ജറ്റ് ഞാൻ ഓൺ ചെയ്തു. ഇത് മണ്ടത്തരമാണ് നീ കാണിച്ചത്. ഇംപാക്ടോ! എടാ, ഇൻസ്ട്രുമെന്റ് നീ വോൾക്കാനോയുടെ അടിയിൽ വെച്ച് ഓൺ ചെയ്തോ ഇല്ലയോ? ഓൺ ചെയ്ത് കഴിഞ്ഞു ബോസ്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാലോ, ഞാൻ ഒരിക്കലും തെറ്റായി ഒന്നും ചെയ്യാറില്ല. ഇത് എന്റെ ടേണാണ്.